പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാനായിട്ട് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. 2025 എല്ലാ കർത്തദാസന്മാരുടെയും ജീവിതത്തിൽ ശുശ്രൂഷാപരമായും കുടുംബപരമായും ആത്മീയമായും ഭൗതികമായും ഒക്കെ കർത്താവ് സരളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2024 പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങളുടെ മറുപടി പ്രാപിക്കാൻ കഴിയാതെ പോയതൊക്കെ 25 പ്രാരംഭ മാസങ്ങളിൽ പ്രാപിപ്പാൻ എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വർഷം കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് ഓർമ്മ ദൈവത്തിന് സ്തോത്രം. ഈ വർഷം കർത്താവിന് വേണ്ടി നമ്മാലാവോളം പ്രയോജനപ്പെടുവാനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തി നമ്മിലൂടെ ദൈവം എന്താ ആഗ്രഹിക്കുന്നുവോ അത് അതിന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് ഓരോരുത്തരെയും എടുത്തു ലഭിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കുമായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. ഒരുമിച്ച് നാം പഠിക്കുന്ന നമ്മുടെ വചനചിന്തയിലേക്ക് നമുക്കിന്ന് രാത്രി കടന്നു വരാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 26, 27, 28, 29 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന രണ്ടാമത്തെ ഉപമ മർക്കോസ് സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപമയാണ് നാം വായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ നമ്മൾ വായിച്ചാല് ശ്രദ്ധിച്ചാല് പ്രാരംഭമായിട്ട് നമ്മളിൽ അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഉപമ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വളർച്ചയെ, ദൈവരാജ്യത്തിന്റെ ഫലപ്രാപ്തിയെ തടയുന്ന കളകളെ സംബന്ധിച്ചാണ് കർത്താവ് സംസാരിച്ചത്. അല്ലെ, ദൈവരാജ്യത്തിന് ഫലം പ്രയോജനപ്പെടാത്ത വിധത്തിൽ ഓരോരുത്തരെയും കളകളാക്കി തീർക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെയും ശത്രുവിന്റെ പ്രവൃത്തികളെയും ശത്രുവിന്റെ പദ്ധതികളെയും കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് തന്നു. നമ്മൾ മുൻപ് പഠിച്ച രണ്ടാമത്തെ നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് രണ്ടാമത്തെ ഉപമ കർത്താവ് പ്രസ്താവിക്കുന്നത്. എറിഞ്ഞ വിത്തും നിറഞ്ഞ മണിയും, അതാണ് ഇവിടുത്തെ പ്രമേയം എന്ന് പറയുന്നത്. ഞാൻ വാക്യം ഒന്ന് വായിക്കാം നിങ്ങളുടെ അറിവിലേക്ക്. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കും. ആണോ? ഇതിനകത്ത് എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചാണ് കർത്താവ് ഇവിടെ ഈ ഉപമയ്ക്കകത്തോടെ പഠിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞ ഉപമ എന്ന് പറഞ്ഞത് ദൈവരാജ്യത്തെ നശിപ്പിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ, ദൈവരാജ്യത്തിന്റെ വളർച്ചയെ കെടുത്തിക്കളയുന്ന ശത്രുവിന്റെ പ്രവൃത്തിയെ കഴിഞ്ഞ ഉപമയിലൂടെ സൂചിപ്പിച്ചതിന് ശേഷം ദൈവരാജ്യം എങ്ങനെ വളർച്ച പ്രാപിക്കുന്നു, വളർച്ച കൈവരുന്നു എന്നതിനെ നാം ഈ വായിക്കുന്ന വാക്യങ്ങൾക്കകത്തൂടെ ഉപമയിലൂടെ കർത്താവ് വ്യക്തമായി വിശദീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കോസ് മാത്രമാണ് ഈ ഉപമ സുവിശേഷങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. മറ്റ് ഇതര സുവിശേഷകന്മാര് യേശു പറഞ്ഞ ഈ ഉപമ രേഖപ്പെടുത്തിയിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല. വിതയ്ക്കുന്നവന്റെ ഉപമയിലെ പോലെ തന്നെ ഈ ഉപമയിലും വിതയ്ക്കുന്ന വിത്ത് ദൈവവചനവും
ആ വിത്ത് വീഴുന്ന സ്ഥലം അല്ലെങ്കിൽ നിലമെന്ന് പറയുന്നത് മാനവ ഹൃദയങ്ങളുമാണെന്നുള്ളത് തർക്കമിന്നി നമുക്ക് മനസ്സിലാക്കാവുന്ന വസ്തുത. വിത്ത് എറിഞ്ഞ ശേഷം തന്റെ സ്വന്തമായ ദൈനംദിന കൃത്യങ്ങളിൽ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും വ്യാപൃതനാകുന്ന വിതയ്ക്കുന്നവനെ കുറിച്ച് പറയും. ഞാൻ ഇത് വിശദീകരിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഉപമയുടെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ വായിച്ച വാക്യം നോക്കിക്കേ, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവിടെ പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളുമൊക്കെ വിതയ്ക്കുന്ന വചനം അത് കിളിർക്കുവാനും അത് വളരുവാനും ഫലം കായ്ക്കുവാനും ഒന്നും നമ്മുടെ പരിശ്രമങ്ങളൊന്നുമില്ല. നമ്മുടെ ദൗത്യം, നമ്മുടെ ജോലി എന്ന് പറയുന്നത് വിതച്ചേച്ച് പൊയ്ക്കൊള്ളുക എന്നുള്ളത്. നമ്മൾ വായിക്കുന്നത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് വിതച്ചേച്ച് താൻ തന്റെ ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ കടന്നു പോകുകയാണ്. അത് വളർന്നോ അത് വളരുമോ എന്നൊന്നും അവിടെ നിന്ന് നോക്കേണ്ട ആവശ്യകത ഇല്ല. പക്ഷേ ഈ ഉമയിലൂടെ കർത്താവ് വിശദമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മെ വിതയ്ക്കാനായിട്ട് ഏൽപ്പിച്ച ദൈവവചനമാകുന്ന വിത്ത് ആരാണോ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത്, വിതയ്ക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. നാം വിതച്ച് നമ്മുടെ വഴിക്ക് പോകുന്നു. ആരാണോ ഏൽപ്പിച്ചത് ആ വ്യക്തി അതിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ എന്ത് ചെയ്യുക? നാം അറിയാതെ അവിടെ സൃഷ്ടിക്കുകയാണ്. അതാ കർത്താവ് ഇതിനകത്തൂടെ നമ്മെ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഞാൻ അതിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് തുടക്കമായി മുഖവരിയായിട്ട് പറഞ്ഞെന്നുള്ളത്. ദൈവവചനമാകുന്ന വിത്ത് അതിന്റെ അനുകൂല സാഹചര്യത്തിൽ എന്ത് ചെയ്യും? മുളയ്ക്കും. ഒരു വിത്ത് മണ്ണിൽ വീണാല് ആ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ പശ്ചാത്തലം പ്രകൃതി തന്നെ എന്ത് ചെയ്യും? ഒരുക്കും. അത് ദൈവ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യപരിപാടികളുടെ ക്രമീകരണങ്ങൾക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ വിത്ത് വിതയ്ക്കുന്നു, ഭൂമി അതിന് അല്ലെങ്കിൽ പ്രകൃതി അതിന് അനുകൂലമായ സാഹചര്യം എന്ത് ചെയ്യണം? സൃഷ്ടിക്കണം. എങ്കിലേ അത് വളരുകയുള്ളൂ, വളർച്ച കൈവരിക്കുന്നു. നമുക്കറിയാം, ഒരു ഭൂമി അതിന് പശ്ചാത്തലം ഒരുക്കുന്നു. സൂര്യൻ, കാറ്റ്, വെളിച്ചം, വെള്ളം മുതലായവ അതിന്റെ അനുപാതത്തിൽ അതിന് ലഭ്യമാകാതെ പോയാൽ വിത്ത് മണ്ണിൽ കിടക്കുകയുള്ളൂ, അത് വളരുകയില്ല. ഇപ്പൊ നമ്മളൊക്കെ കൃഷി ചെയ്തിട്ടുള്ളവരും കൃഷി സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളവരുമാണല്ലോ, അല്ലെ? എന്തെല്ലാം സാഹചര്യങ്ങൾ, എന്തെല്ലാം പശ്ചാത്തലങ്ങൾ നമ്മൾ അതിന്റെ പിൻപിൽ ഒരുക്കിയെങ്കിലേ നമുക്ക് ഒരു വിത്തിനെ മുളപ്പിച്ചെടുക്കാൻ കഴിയൂ, ഒരു ഞാറിനെ നമുക്ക് കതിരാക്കി മാറ്റാനായിട്ട് കഴിയൂ. എന്തെല്ലാം പരിശ്രമം. ആവശ്യമായ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? നനയ്ക്കണം. അതിന് ജലസേചന സംവിധാനം ഉണ്ടായിരിക്കണം. അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കണം. അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാറ്റ് ലഭിക്കണം. ഇതെല്ലാം ലഭ്യമായെങ്കിൽ മാത്രമേ ഒരു വിത്തിന് വളർന്നു വരാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, കഴിയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ റബ്ബർ അല്ലെങ്കിൽ തെങ്ങോ അല്ലെങ്കിൽ കമുകോ ഒക്കെ കണ്ടമാനം ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു ചെടി കൊണ്ടുവന്ന് നമ്മൾ നട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സസ്യം നട്ടാൽ അത് എന്ത് ചെയ്യത്തില്ല? വളർന്നു വരത്തില്ല. കാരണം സൂര്യപ്രകാശം അതിന് ആവശ്യമായ രീതിയിൽ ലഭിക്കുകയില്ല, കാറ്റ് അതിന് ആവശ്യമായ രീതിയിൽ ലഭിക്കുകയില്ല, വെളിച്ചം അതിന്റെ ആവശ്യമായ രീതിയിൽ ലഭ്യമായെങ്കിൽ മാത്രമേ അതിന് വളരാൻ കഴിയുകയുള്ളൂ. ചില തോട്ടങ്ങളിൽ ചില സസ്യങ്ങൾ വളർന്നാൽ അത് അധികം വളരുകയില്ല, അതിങ്ങനെ കുറ്റിച്ച് നിൽക്കത്തുള്ളൂ. കാരണം അതാ, അതിന് വളരാൻ വേണ്ടുന്ന പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട സാഹചര്യം അത് എന്ത് ചെയ്യുന്നില്ല,
ലഭിക്കുന്നു. അതൊരു പ്രകൃതി നിയമമാണ്, ദൈവം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ്. ഇവിടെ ദൈവവചനത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ കാര്യം, നമ്മൾ വചനം എന്ത് ചെയ്യുന്നു? വിതയ്ക്കുക. വിതച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഇടത്തേക്ക് വിതയ്ക്കാൻ പോകുകയായിരിക്കാം, അടുത്ത നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഓടുകയായിരിക്കാം. പക്ഷേ നാം വിതച്ച വിത്തിനെ അതിന്റെ ഉടയവൻ എന്ത് ചെയ്യത്തില്ല? നശിപ്പിച്ച് കളയത്തില്ല. ആ വിത്ത് വളരാനുള്ള സാഹചര്യത്തെ അതിന്റെ ഉടയവൻ എന്ത് ചെയ്യും? ഉരുവാക്കുന്നു. അതാ കർത്താവ് പറഞ്ഞു വരുന്നതിന്റെ സാരാംശം. അപ്പൊ സൂര്യൻ, കാറ്റ്, വെളിച്ചം, വെള്ളം മുതലായവ ഒരുക്കുവാൻ വളർന്നു വന്ന് പാറയ്ക്കിടയിലുള്ള ചില തന്നെ വളർന്നു വരുന്നു. അത് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഏത് പരിസ്ഥിതിയിലാണെങ്കിലും അതെന്ത് ചെയ്യും? വളരും. അതിനിടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റങ്ങൾ കണ്ടല്ലേ, കക്കൂസിന്റെ ക്ലോസറ്റിനകത്തൂടെ ഒരു നമ്മുടെ ഓമ വളർന്നു വന്ന് നിൽക്കുന്നത്. അതിന്റെ സാഹചര്യം കിട്ടിയാല് അതിനകത്തൂടെ അതെന്ത് ചെയ്യും? വളർന്ന് ഒരു 1.5 ആൾ വലിപ്പത്തിലേക്ക് ഓമ വളർന്നു. അതിന്റെ മൂട് നിൽക്കുന്ന ഇവിടെ ക്ലോസറ്റിനകത്താ. എന്നാൽ നമുക്ക് തമാശയായിട്ട് ഒന്ന് ശരിയായിട്ട് തോന്നും. പക്ഷേ അതെല്ലാം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന്റെ വിത്ത് അനുകൂലമായ സാഹചര്യത്തിൽ വീണാൽ എന്ത് ചെയ്യും? പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട് പ്രതികൂലമാണെങ്കിലും വളരാൻ അനുകൂലമായ സാഹചര്യമാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് വളർത്തുക. അപ്പൊ നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മുടെ ശുശ്രൂഷയുടെ ആധിക്യം കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല ദൈവസഭയുടെ വളർച്ച സംഭവിക്കും. ഇപ്പം പൗലോസ് പറഞ്ഞു വരുമ്പോൾ പറയുന്ന അതിപ്രധാനമായ ഒരു ചിന്തയുണ്ടല്ലോ. കൊരിന്ത്യ സഭയെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന വാക്ക് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. കൊരിന്ത്യ സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. സഭയുടെ മധ്യത്തിൽ ഒരു വലിയ പ്രശ്നം സംഭവിച്ചു. വിവിധ പക്ഷങ്ങളും വിവിധ ഗ്രൂപ്പുകളും കൊരിന്ത്യ സഭയിലുണ്ടായി. ആ ഗ്രൂപ്പുകളെല്ലാം നേതൃത്വത്തെ ആരാണ് സഭ സ്ഥാപിച്ചതെന്നതിനെ കുറിച്ചുള്ള തർക്കം കൂടാണ്. ഒരു കൂട്ടർ പറഞ്ഞു പൗലോസാണ് ഇതിന്റെ ഉടമസ്ഥൻ, പൗലോസിന്റേതാണ് ഈ സഭ. ഒരു കൂട്ടർ പറഞ്ഞു അല്ല, പത്രോസാണ്. മറ്റൊരു കൂട്ടർ അപ്പൊല്ലോസാണ്. ഒരു കൂട്ടര് പറഞ്ഞു അല്ല, ഇത് കർത്താവാണ് ഇതിനെ വളർത്തിയത്. ചില കാഴ്ചപ്പാടുള്ള ആളുകൾ പറഞ്ഞു കർത്താവാണിത്. പൗലോസ് അതിന് മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്ന വാദം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, ദൈവമത്രേ വളർമാറാക്കും. അതിന് മുകളിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് എന്ത് ചെയ്തു? നട്ടു. അടുത്ത് കടന്നു വന്ന അപ്പൊല്ലോസ് അതിനെ എന്ത് ചെയ്തു? നട്ടതിനെ നനച്ചു. മൂന്നാമത് ദൈവമാണ് അതിനെ വളരുമാറാക്കിയത്. പൗലോസിന് നടാൻ മാത്രമേ അല്ലെങ്കിൽ വിതയ്ക്കാൻ മാത്രമേ സാവകാശം ഉണ്ടായിരുന്നുള്ളൂ. നട്ടേച്ച് അല്ലെങ്കിൽ വിത്ത് ഇട്ടേച്ച് പൗലോസ് അവിടെ പോയി. പൗലോസിന്റെ പുറകെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന അപ്പൊല്ലോസ് അതിനെ എന്ത് ചെയ്തു? പാകത്തിന് നനച്ചു. അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം അപ്പൊല്ലോസ് അവിടെ ഒരുക്കി. മൂന്നാമത് പൗലോസ് നട്ടു, പൗലോസിന്റെ ശുശ്രൂഷ കഴിഞ്ഞു. അപ്പൊല്ലോസ് വളരെ കണക്കാക്കിയിട്ട് നനച്ചു, അപ്പൊല്ലോസ് അവസാനിച്ചപ്പോൾ അനുകൂലമായ സാഹചര്യമായിട്ട് ദൈവം എന്ത് ചെയ്തു? നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ പലപ്പോഴും അറിവുകൾ കൊണ്ടോ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പലപ്പോഴും നമ്മൾ പലതിന്റെയും മഹത്വം എടുക്കാനായിട്ട് പരിശ്രമിക്കാം. ഞാനാണ് പണിതത്, ഞാനാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും. പക്ഷെ വളരുമാറാക്കുന്നതും നിലനിർത്തുന്നതും അത് വേണ്ട സാഹചര്യം വരുന്ന ആരാണ്? സൃഷ്ടാവാണ് എന്നതാണ് എടുക്കുന്ന മാനവ ഹൃദയങ്ങളിൽ ദൈവവചനം അവരെ
സുവിശേഷം അറിയിക്കാനായിട്ട് പോയി. നമ്മൾ ആ വ്യക്തികളോട്, കുടുംബത്തോട് സുവിശേഷം അറിയിച്ചു, ദൈവവചനം പങ്കുവച്ചു. ആ വ്യക്തിയെ എങ്ങനെ രൂപാന്തരം വരുത്തുന്നു, ആ വചനം ആ വ്യക്തിയെ എങ്ങനെ രൂപാന്തരത്തിൽ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മുടെ ദൗത്യം എന്താണ്? ആ വ്യക്തിയോട് സുവിശേഷം പറയുക, സുവിശേഷം അറിയിക്കുക എന്ന് മാത്രമേ. സുവിശേഷം ആരുടേതാണ്? നമ്മുടേതല്ല, അത് ദൈവത്തിന്റെ. നമ്മൾ വായിക്കുന്ന വാക്കുകൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നല്ലേ. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് വായിക്കുന്നില്ലേ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം. നമ്മുടെ ആരുടെ അല്ല സുവിശേഷം എന്ന് പറയും. അപ്പം അത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മനുഷ്യ ഹൃദയത്തെ അതെങ്ങനെ വിതയ്ക്കപ്പെടുന്ന ദൈവവചനം അവനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നോ അത് അവനിൽ എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നോ വിതയ്ക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. എന്നാൽ നിത്യജീവന് അവനെ അവകാശിയാക്കുവാൻ അതതിന്റെ സമയത്ത് അനുകൂല സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി അവയെ വളർത്തും. നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുൻപ് പല ഹൃദയങ്ങളിലും വചനം വീണിട്ടുണ്ട്, വിതച്ചിട്ടുണ്ട് പല കർത്തദാസനും. കുറെ കാലങ്ങൾ അത് വളരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ ദൈവിക സമയമായപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു രോഗം, ചില ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു അപകടം, ചില ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കുറച്ച് സാമ്പത്തിക ക്രൈസിസ്, ഇങ്ങനെ ഏതെങ്കിലും ആ പണ്ട് വിതച്ച വചനം വളരാൻ തക്കവണ്ണമുള്ള സാഹചര്യം ദൈവത്താൽ ഒരുക്കപ്പെടും. അങ്ങനെ ഒരുക്കപ്പെടുമ്പോൾ ആ വചനം അവിടെ മുളയ്ക്കുകയും ആ വ്യക്തി അത് രൂപാന്തരത്തിലേക്കും മാനസാന്തരത്തിലേക്കും ഒക്കെ എന്ത് ചെയ്യും, നയിക്കും. ആ ദൈവത്തിന്റെ ഇടപെടൽ, ആ ദൈവത്തിന്റെ സമയത്താണ് ദൈവം എന്ത് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ വലിയ വലിയ സഭകൾ ശുശ്രൂഷിക്കുന്നവരല്ലല്ലോ. നിങ്ങളൊക്കെ 2, 3, 4, 5, 6, 7, 8 കൊല്ലമൊക്കെ പാലക്കാടിന്റെ പ്രദേശങ്ങളിൽ, അട്ടപ്പാടിയുടെ പ്രദേശത്തൊക്കെ നിങ്ങൾ സുവിശേഷം കയറി ഇറങ്ങി അറിയിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സഭയിലേക്ക് കുടുംബങ്ങൾ കടന്നു വരുന്നില്ല, ആത്മാക്കൾ കടന്നു വരുന്നില്ല. ആ കാര്യത്തിൽ അല്പം നിരാശയും സങ്കടവും പരുവവും ഒക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകാം, സ്വാഭാവികമാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഓരോ വർഷവും നമുക്ക് നമ്മുടെ ടാർഗറ്റും പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനല്ലേ, ഓരോ കൊല്ലവും കുറഞ്ഞത് 10 കുടുംബത്തെങ്കിലും കർത്താവെ തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് നല്ലതാണ്, തെറ്റൊന്നുമല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷെ ലഭിക്കണമെന്നില്ല. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണ്? വിതയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വളർത്താൻ നമ്മുടെ പരിശ്രമങ്ങളോ നമ്മുടെ കഴിവോ അതിന് സാധ്യതയില്ല. വിത മാത്രമാണ് നമ്മുടെ ചുമതല. അത് ദൈവദാസന്മാർ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. വിതയ്ക്കുക, ആ വിതയ്ക്കുന്നതാണ് ദൈവവചനമാണ്. അത് മാനവ ഹൃദയങ്ങളിലാണ് നമ്മൾ വിതയ്ക്കുക. വ്യക്തികളോട് സുവിശേഷം പറയുക, അറിയിക്കുക എന്നതാണ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ആ വ്യക്തി ദൈവഭാഗത്ത് വന്നോ ഇല്ലയോ എന്നുള്ളത് ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യകതയില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തെ അത് രൂപാന്തരപ്പെടുത്തണമെങ്കിൽ, അത് രൂപാന്തരമായി തീരണമെങ്കിൽ അതിനനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടാവ് ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം എപ്പോഴാണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്ന ആ കാലയളവിലാകണമെന്നില്ല. പൗലോസ് കൊരിന്ത്യ സഭയിൽ ശുശ്രൂഷ കാലത്ത് ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി, പ്രശ്നമുണ്ടായ കാലത്ത് വളർച്ചയൊന്നും പൗലോസിന്റെ ശുശ്രൂഷ കാലത്തില്ലായിരുന്നു. പൗലോസ് ശുശ്രൂഷിച്ച, അവിടെ സുവിശേഷം അറിയിച്ച കാലഘട്ടത്തില് കൊരിന്ത്യ സഭ ഒരു മെഗാ ചർച്ച ഒന്നുമല്ല. പക്ഷെ പൗലോസ് അവിടെയുള്ള എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ഭവനങ്ങളിലും എന്ത് ചെയ്തു? ഈ വിത്ത് എന്ത് ചെയ്തു? തന്റെ ശുശ്രൂഷ കാലങ്ങളിൽ വിതച്ചേച്ചു പോയി. അത് കഴിഞ്ഞ് വന്ന അപ്പല്ലോസ്, പൗലോസ് നട്ടിട്ട് പോയ, നനത്ത് അല്ലെങ്കിൽ ഇട്ടിട്ട് പോയ വിത്തിനെ എന്ത് ചെയ്തു? അപ്പല്ലോസ് എന്ത് ചെയ്തു? നനച്ചു.
അപ്പൊല്ലോസ് ശുശ്രൂഷ കാലയളവിലും കൊരിന്ത്യ സഭ എന്ത് ചെയ്തിട്ടില്ല? മെഗാ ചർച്ച ആയിട്ടില്ല. അപ്പൊല്ലോസും പോയി കഴിഞ്ഞ് വേറെ പലരും ശുശ്രൂഷയ്ക്ക് വന്ന കാലഘട്ടത്തിലാണ് അനുകൂലമായ സാഹചര്യങ്ങൾ പല വ്യക്തി ജീവിതങ്ങളിലും പല കുടുംബങ്ങളിലും സംജാതമായതും അവര് പൗലോസ് വിതച്ച വചനം അവരുടെ ഹൃദയത്തിൽ അത് കിളിർക്കാനും വളരാനും ഇടയായത് ദീർഘവർഷങ്ങൾക്ക് ശേഷം. അപ്പൊ പൗലോസ് ഭാരപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ പ്രവർത്തിച്ച കാലത്ത് എനിക്ക് 500 കുടുംബത്തെ നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പൗലോസ് സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതാ പൗലോസ് പറഞ്ഞ്, ഞാൻ നട്ടു, അപ്പൊല്ലോസും നനച്ചു, ദൈവമത്ര എന്ത് ചെയ്തത്? വളരുമാറാക്കിയത്. അത് പൗലോസിന്റെ ശുശ്രൂഷ കാലയളവിലാകണമെന്നില്ല, അപ്പൊല്ലോസിന്റെ ശുശ്രൂഷ കാലയളവിലാകണമെന്നില്ല. അതിനൊക്കെ ശേഷമാകാം നട്ടതിന്റെ വളർച്ച എന്ന് പറയും. നമുക്കറിയാമല്ലോ, ഏതൊരു കൃഷിയും ചെയ്താൽ നടുന്നുടനെ അതിന്റെ ഫലം എടുക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, പറ്റും. സംശയം പറഞ്ഞു ആ വിഷയത്തില്. അപ്പം നമ്മളിപ്പോ പ്രസ്ഥാനങ്ങളോട് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ IPCയിലോട് ചേർന്ന് നിൽക്കുമ്പോൾ സെൻട്രലിലെ ഇപ്പോൾ നമ്മൾ മാസ്യോത്തിലൊക്കെ പൊതുവെ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചോദിക്കാറുണ്ടല്ലോ പൊതുവെ. അപ്പോൾ സെൻട്രൽ പാസ്റ്റർമാർ പറയുന്ന ഒരു കാര്യമാണ്, പലരും അനുഭവസ്ഥരാണ്. ഞാൻ പ്രവർത്തിച്ചു 10-20 വർഷം മുമ്പ് ഞാൻ പ്രവർത്തിച്ചു, 15 രൂപയൊക്കെ ആരംഭിച്ചു, ഞാനൊരു സഭ തുടങ്ങി, 10-50 പേർ വന്നു. നിങ്ങൾ ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആത്മാവ് പോലും ഇല്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൽ പാസ്റ്റർമാർക്ക് പലർക്കും വിഷമവും പ്രയാസം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ആ പ്രയാസം. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെ പൊതുവെ തീർച്ചയായിട്ടും അതെനിക്ക് മനസ്സിലാക്കി. ഞാൻ പറയാം, എനിക്ക് മനസ്സിലായി, ചോദ്യം മനസ്സിലായി, ആശയവും മനസ്സിലായി. ഈ എല്ലാ നേതാക്കന്മാരും വളരാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തെയോ സഭയോ അല്ല, പ്രസ്ഥാനത്തെ. അല്ലെ? ഏത് സെൻട്രൽ പാസ്റ്റർക്കാ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പ്രാധാന്യതയുള്ള? ഏത് സെൻട്രൽ പാസ്റ്ററുള്ള? അവർക്ക് പ്രസ്ഥാനം വളരണമെന്നേ ഉള്ളൂ, അവരുടെ സെന്റർ വളരണമെന്നേ ഉള്ളൂ, അല്ലേ? എല്ലാ നേതാക്കന്മാർക്കും അവർക്ക് പ്രസ്ഥാനം വളരണം. കാരണം പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അവർക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ, അവരുടെ പോക്കറ്റും വളരത്തുള്ളൂ. ഞാൻ അവരെ വിമർശിച്ചതല്ല, ഞാനും സെൻട്രൽ പാസ്റ്റർ ആണെങ്കിൽ എന്റെയും കാഴ്ചപ്പാട് അത് തന്നെ. കാരണം എനിക്ക് 4 ഇടത്ത് ചെല്ലുമ്പോൾ എന്റെ കീഴിൽ 100 സഭയുണ്ടെന്ന് പറയുക എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ അഭിമാനമാണ്. ഞങ്ങളുടെ കൺവെൻഷന് 1000 ആളുകൾ കൂടുന്ന കൺവെൻഷൻ എല്ലാ കൊല്ലവും നടക്കുന്നെന്ന് പറയുന്നത് നേതാക്കന്മാർക്കൊരു അഭിമാനമാണ്, അല്ലേ? ഇതിനകത്ത് എത്ര എണ്ണം ദൈവരാജ്യത്തിന് അവകാശികളുണ്ടാകും? നമ്മുടെ സഭകളിൽ നിന്നേ എത്ര പേര് ദൈവരാജ്യത്തിന്റെ അവകാശികളായവരുണ്ട്? പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് ഉണ്ട്, ശരിയാ. ഏതെങ്കിലുമൊക്കെ ഒരു ലോക്കൽ സഭയുടെ അംഗങ്ങളായതും സത്യം ഉണ്ടാകും, ആളുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ അതുകൊണ്ടാ എനിക്ക് മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഒരിക്കലും ഒരു പ്രസ്ഥാനത്തെ കണ്ടുകൊണ്ടല്ലല്ലോ കർത്താവ് പറഞ്ഞത്. പ്രശ്നമിക്ക് വേണ്ടിയല്ല കർത്താവ് പഠിപ്പിക്കുന്നത്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതൊക്കെ. കർത്താവ് പറയുന്ന അപ്പോസ്തലന്മാര് പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നതും സംഘടനാ ലെവലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ദൈവരാജ്യത്തിന്റെ വളർച്ചയാണ് കർത്താവിന്റെ പ്രസക്തിയും അപ്പോസ്തലന്മാരുടെ പ്രസക്തിയും. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളും അങ്ങനെയുള്ള ശാസനകളൊക്കെ സ്വാഭാവികമായിട്ട് സംഘടനകൾക്കകത്തുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എനിക്കറിയാം. കാരണം പാസ്റ്ററെന്ന് പോലും വിളിക്കത്തില്ല, ബ്രദറേന്നെ വിളിക്കുന്നു, അല്ലേ? കൂട്ടു ശുശ്രൂഷകനെ പല നേതാക്കന്മാരും ബ്രദറേന്നെ വിളിക്കുന്നു. ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായില്ല ബ്രദറെ, ഇതുവരെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായില്ലല്ലോ, ഇനി അവിടെ നിൽക്കണോ, അടുത്ത സ്ഥലത്തോട്ട് അല്ല അടുത്ത സെന്ററിലോട്ട് മാറിക്കോ എന്നാ അവര് പറയുന്നത്. കാരണം അവരുടെ കൺസെപ്റ്റിൽ എന്താണ്? കുറഞ്ഞത് എല്ലാ വർഷവും അവിടെ സ്നാനങ്ങൾ നടക്കണം, ആത്മാക്കൾ ഇങ്ങനെ ഉണ്ടായിക്കോ. ഇത് ആരാ ആത്മാക്കളെ തരുന്നൊന്നും ഇവർക്ക് ബോധ്യവും ബോധമൊന്നുമില്ല. അതുകൊണ്ട് ദൈവദാസന്മാരെ സംബന്ധിച്ച് അവരെ ആരെങ്കിലും ഒക്കെ സ്നാനപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാണ്? അങ്ങനെ വിരളി പിടിച്ചു നടക്കും എല്ലാ പ്രവർത്തന മേഖലകളിലും. കാരണം അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല.
അവർക്ക് ചില സ്നാനങ്ങൾ, അതുകൊണ്ടല്ലേ നമ്മുടെ മധ്യത്തിൽ സ്നാനം നടന്നു വന്ന് കാണിക്കാൻ വേണ്ടി സെൻട്രൽ പാസ്റ്റർ തന്നെ വിളിച്ചല്ലേ നമ്മൾ സ്നാനം നടത്തിക്കുന്നു. കാരണം അവര് കാണണം നമുക്ക് നമ്മുടെ സഭയിൽ എന്ത് നടക്കുന്നുണ്ട്, സ്നാനം നടക്കുന്നത്. എന്താ നിങ്ങൾ സ്നാനപ്പെടുത്താതെ? നിങ്ങൾ തന്നെ സ്നാനപ്പെടുത്തിയിട്ട് സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞ സ്നാനപ്പെട്ട് കേട്ടെന്ന് പറയാം. കാരണം നമ്മുടെ നിലനിൽപ്പ് പോകും അതോടുകൂടി. ഞാനിപ്പോ ഓർക്കുന്നു, പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നിലമ്പൂര് സെന്ററില്, എന്റെ സെന്ററില് ഞാന് അവിടെയുള്ള സമയത്താണ് പുല്ലഞ്ചേരി IPCയിൽ ഒരു ശുശ്രൂഷകൻ നാട്ടിൽ നിന്ന് വന്നു. എന്റെ ഒരു കൂടെ മല്ലപ്പള്ളി എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു സ്നേഹിതന്റെ ബ്രദർ ചേട്ടൻ, അത് ആ സെന്ററിലേക്ക് ആദ്യമായിട്ട് വന്നതാ. വന്ന അദ്ദേഹം 1 വർഷം ആകാറായ സമയത്ത് അദ്ദേഹം പിന്നെ ഒരു 6-7 പേര് അവിടെ സ്നാനപ്പെടാനായിട്ട് സന്നദ്ധരായി സഭയിൽ. അദ്ദേഹം സ്നാനപ്പെടുത്താനായിട്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഒരു ദിവസം സെൻട്രൽ പാസ്റ്ററുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞു, അപ്പച്ച ഇതുപോലെ ചർച്ചിൽ ഇന്ന ദിവസം 6-7 പേര് സ്നാനപ്പെടാനുണ്ട്, അപ്പച്ചൻ വന്ന് പ്രാർത്ഥിച്ച ശുശ്രൂഷ അനുഗ്രഹിക്കണം, ഞാനായിരിക്കും സ്നാനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ സെൻട്രൽ പാസ്റ്റർ ഉടനെ പറഞ്ഞു, മോൻ ഇവിടെ പുതിയ ആളായതുകൊണ്ട് ഇവിടുത്തെ ചട്ടങ്ങളും രീതികളും അറിയാത്തത് കൊണ്ടായിരിക്കും ഇവിടെ എല്ലാ സഭകളിലും സ്നാനം നടത്തുന്നത് സെൻട്രൽ പാസ്റ്ററാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അപ്പച്ചൻ ഒരുപാട് വർഷം ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയല്ലേ, ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഇനി എന്നാ സ്നാനപ്പെടുത്തേണ്ടത്, അതുകൊണ്ട് അപ്പച്ചൻ പ്രാർത്ഥിച്ച പറഞ്ഞു. സ്നാനം അവിടെ നടന്നു, അപ്പച്ചൻ പോയുമില്ല. പക്ഷേ ഈ ദൈവദാസന് 1 വർഷം അവിടെ തികച്ചില്ല. സ്ഥലം മാറ്റത്തിന് മുൻപ് ആ സഭയിൽ ചില കുടുംബങ്ങളെ സെൻട്രൽ ശുശ്രൂഷകൻ കയ്യിലെടുത്തിട്ട് ഇല്ലാത്ത ഒരു പെൺ കേസ് ആരോപിച്ച ആ മനുഷ്യനെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ നിന്ന് പുറത്തിയടിച്ചു. പ്രസ്ഥാനത്തിൽ പോലും ഇല്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ ആ നാട്ടിലെ മർത്തോമക്കാരായ ആളുകൾ, തന്റെ 2 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, ഇടയ്ക്ക് വെച്ച് കുഞ്ഞുങ്ങളെയും കളഞ്ഞേച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂടെ പോകാൻ പറ്റുകയില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. ചുറ്റുപാട് കിടക്കുന്ന മർത്തോമക്കാരെ വിവരം പറഞ്ഞപ്പോൾ ഒരു മർത്തോമക്കാരൻ തന്റെ വീട്ടിൽ ആ ദൈവദാസനെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചു 1 വർഷം. മർത്തോമക്കാർ അദ്ദേഹത്തിന് ചെലവിന് കൊടുത്തു. നമ്മൾ ആലോചിച്ചു, എത്ര ലജ്ജാകരമായ കാര്യം. ഞാനിത് പറയുന്നത് ആഫ്രിക്കയിൽ സംഭവിച്ച കാര്യമല്ല, നിലമ്പൂർ സംഭവിച്ച കാര്യമാണ്. കാരണം എന്താ? ലോക്കൽ ശുശ്രൂഷകർ സ്നാനം നടത്തി എന്നുള്ള ഒറ്റ കാരണം. ഇങ്ങനെയാ നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത്. ഇവരൊക്കെ പൗലോസിനെ കണ്ട് പഠിക്കണം. പൗലോസ് എത്രയോ ആത്മാക്കളെ നേടി, പൗലോസ് എത്ര പേരെ സ്നാനപ്പെടുത്തും അല്ലേ? നമ്മള് പൗലോസിന്റെ എഴുത്ത് വായിക്കുമ്പോ ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് അവരെ അല്ലാതെ മറ്റാരെയും ഞാൻ എന്ത് ചെയ്തില്ല, സ്നാനം നടത്തിയില്ല എന്ന പൗലോസ് പറഞ്ഞു. പൗലോസിനെ സ്നാനപ്പെടുത്തി പേരെടുക്കാനാണെങ്കിൽ എന്ന് ചിന്തിച്ചേ, എത്ര 1000 പേരെ സ്നാനപ്പെടുത്താം. ഇതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു ചെയ്യും. അതാണ് ഒരു നേതാവിന്റെ ലക്ഷണം, ഒരു അപ്പോസ്തലന്റെ ലക്ഷണമൊക്കെ. പക്ഷെ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് നേതാക്കന്മാരാണോ എന്ന് നമ്മൾ സംശയിച്ചു. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനെല്ലാം നീതിയോടെ ന്യായം വിധിക്കുന്നവനായ ഒരു ദൈവം എവിടെയുണ്ട്? ഇതിനെല്ലാം മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. ദൈവം എല്ലാം കാണുകയും ദൈവം എല്ലാം അറിയുകയും ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ അങ്ങനെ കിടക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു സാർ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. പക്ഷേ ഇതിനെ ദൈവം നോക്കുന്ന അല്ലെങ്കിൽ ദൈവിക വ്യവസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാ കൊണ്ടുപോകുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് ഇതിനെ റൂൾ ചെയ്യുന്നതെന്നുള്ളതല്ല പ്രധാനം. പക്ഷെ വചനം പറയുന്നത്, നാളെ നിങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും സഹശുശ്രൂഷകന്മാരോട് എന്ത് ചെയ്യരുത്, ഇതുപോലെ ബിഹേവ് ചെയ്യരുത്. കാരണം ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രവർത്തിച്ചു, ആത്മാക്കളെ നേടി ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കുറ്റപ്പെടുത്താം. അദ്ദേഹം വിസിറ്റിംഗ് നടത്തുന്നില്ല, ട്രാക്ട് കൊടുക്കുന്നില്ല, രോഗികൾക്ക് വേണ്ടി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഇതൊന്നും ചെയ്യാതെ കിടന്നുറങ്ങിയോ വേറെ പിന്നെ കല്യാണ ബ്രോക്കറായിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശാസിക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ട് ദൈവവചനമാകുന്ന വിത്ത് അദ്ദേഹം ആ ദേശത്ത് വിതയ്ക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം പ്രവർത്തിച്ച 2, 3, 4, 5 കൊല്ലത്തിനുള്ളിൽ അവിടെ ഒരു വലിയ സഭ സ്ഥാപിതമായില്ലെന്ന് കരുതി അദ്ദേഹം വേലയിൽ ആരല്ല, മോശക്കാരനല്ല. അത് തിരിച്ചറിയേണ്ടത്
ഒരു നല്ല നേതൃത്വത്തിന്റെ ഗുണമാണ്. പക്ഷെ ഇന്ന് നമുക്ക് നല്ല ഗുണമുള്ള നേതാക്കന്മാര് ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമുക്ക് മുന്നോട്ട് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, മാനവ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന ദൈവവചനം അവനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നോ അത് അവനിൽ എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നോ വിതയ്ക്കുന്നവൻ അറിയുന്നില്ല. എന്നാൽ നിത്യജീവൻ അവന് അവകാശിയാകുവാൻ അതതിന്റെ സമയത്ത് അനുകൂല സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി അവയെ വളർത്തുന്നു. ദൈവസഭയുടെ വളർച്ചയെ കുറിച്ചും പൗലോസ് അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യം, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറ് ആക്കി. ഇനി ഞാനൊരു വാക്യം അതിനോട് ചേർത്ത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്, അതിന്റെ ഗൗരവം മനസ്സിലാകാനായിട്ട് ഒരു വാക്യം ഞാൻ വായിക്കാം. നമുക്ക് സെക്കൻഡിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. സെക്കൻഡിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാമേ. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചിരിക്കുന്നില്ലയോ? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? ദുഷ്ടന്മാർക്കാണ്. അവരൊക്കെ മരിച്ചെന്ത് ചെയ്തു? മൺമറഞ്ഞു പോയി എന്നാണ് അതിന്റെ ആശയം, അർത്ഥം. പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അവരോട് പ്രവചിച്ച ദൈവത്തിന്റെ അരുളപ്പാടുകളും ആലോചനകളും അറിയിച്ച പ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്തു? മരിച്ച് മൺമറഞ്ഞു പോയി. എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചിരിക്കുന്നില്ലയോ? തുടർന്ന് പിടിച്ചിരിക്കുന്നില്ലയോ? ഇത് അറിയിച്ചവരൊക്കെ എന്ത് ചെയ്തു? തിരശീലയ്ക്കകത്ത് മൺമറഞ്ഞു പോയി. പക്ഷെ അവരറിയിച്ച ചട്ടങ്ങളും വചനങ്ങളും പ്രമാണങ്ങളും അവരെ എന്ത് ചെയ്താ? തുടർന്ന് പിടിച്ചിരിക്കുകയാണ്. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു നോക്കിയ, നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചിരിക്കുന്നില്ലയോ? തങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ തങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞ് പറഞ്ഞില്ലയോ? കണ്ടോ, മനം തിരിഞ്ഞ് പറഞ്ഞു. പക്ഷെ അവരോട് ഈ സന്ദേശം അറിയിച്ച, ദൂത് അറിയിച്ച പ്രവാചകന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും അല്ലെങ്കിൽ പിതാക്കന്മാരും ഒക്കെ എന്ത് ചെയ്തു? പറഞ്ഞവരൊക്കെ ഈ ലോക യവനികയ്ക്കകത്ത് മറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞ ദൂതും അവര് പറഞ്ഞ വചനവും എന്ത് ചെയ്തില്ല? കേട്ടവരെ പിന്തുടർന്നു എന്നാണ്. ആ പദത്തിനോട് ഞാൻ വായിച്ചു, പിന്തുടർന്നു പിടിച്ചു. വാക്യം മനസ്സിലായോ? 6-ാം വാക്യത്തിൽ, എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ? കണ്ടോ, ചോദ്യമാണ്. കാരണം ഇത് അറിയിച്ചവരൊക്കെ എന്ത് ചോദിച്ചിരുന്നു? അവരൊക്കെ മൺമറഞ്ഞു പോയി, അവരൊക്കെ മരിച്ചുപോയി. അവരുടെ തൊഴിൽ, അവരുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു നിങ്ങളോട് അറിയിക്കുക, നിങ്ങളോട് പറയുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയില്ല. പറഞ്ഞവർ മാത്രമേ ലോകം വിട്ടുപോയുള്ളൂ. പക്ഷെ അവര് നിങ്ങളോട് അറിയിച്ച, നിങ്ങളോട് പറഞ്ഞ വചനം എന്താണ്? ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. അത് നിങ്ങളെ പിന്തുടർന്ന് പിടിച്ചിരിക്കുന്നു. അത് ദൈവിക സമയമാകുമ്പോൾ എന്താണ്? അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. അതാണ് നമുക്ക് 6-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. ഒടുവിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അവർ മനം തിരിഞ്ഞ് പറഞ്ഞില്ലയോ? കേട്ടോ, അതും ഒരു ചോദ്യമാണ്. അവർ മനം തിരിഞ്ഞു. വളരെ നാളുകൾക്ക് മുൻപ് കേട്ട വചനം കാലാന്തരം കഴിഞ്ഞപ്പോൾ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ മാനസാന്തരത്തിലേക്ക് എന്ത് ചെയ്തു? നയിച്ചു. വചനം എന്ന് പറയുന്നത് അതാ കർത്താവ് ഉണ്മയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വിതയ്ക്കുക, വിതച്ച എന്ത് ചെയ്യുക? വിതച്ചവൻ എന്താണ്? അവന് ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് പോയിക്കളയും. അവൻ പോയി വിശ്രമിക്കുകയും ഉറങ്ങുകയും ഇല്ലേ, അവന്റെ ജീവിത സാഹചര്യങ്ങൾക്കായിട്ട് കടന്നു പോവുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് ദൈവിക സമയത്ത് അതെന്ത് ചെയ്യാണ്? ഫലവത്തായ സാഹചര്യത്തിലേക്ക് ദൈവം അതിനെ കൊണ്ടുവരുന്നു എന്നാണ് യേശു. ഈ ദൈവരാജ്യത്തിന്റെ വളർച്ച എങ്ങനെയാ സംഭവിക്കുക, അല്ലെ സഭയുടെ വളർച്ച എങ്ങനെയാണെന്നുള്ള കാര്യം കർത്താവ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ വളർച്ചയുടെ ആരംഭം എന്ന് പറയുന്നതെല്ലാം ഇങ്ങനെ. ദൈവസഭയുടെ വളർച്ച എന്ന് പറയുന്നതും നമ്മൾ ഒത്തിരി ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവര് പ്രവർത്തിച്ചു, ഒരാത്മാവിനെയും കണ്ടില്ല. അവരുപവസിച്ചു, കുടുംബങ്ങളൊന്നും വന്നില്ല. അവര് വേർപ്പൊഴുക്കി, കണ്ണുനീരൊഴുക്കി, ആത്മാക്കളെ നേടാൻ കഴിഞ്ഞില്ല. അവരവിടെ വിട്ടുപോയിരിക്കാം. പക്ഷേ കാലങ്ങൾക്ക് ശേഷം, കാലാന്തരങ്ങൾക്ക് ശേഷം അവിടെ വലിയൊരു സഭ പിന്നീട് ഉണ്ടായ ചരിത്രം അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. കാരണം അവർക്ക് ഒരു സന്തോഷമുണ്ട്. തങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ച പല കുടുംബങ്ങളിൽ നിന്നുമാണ് കാലങ്ങൾക്ക് ശേഷം ആ സഭയിൽ പല ആളുകളും അംഗങ്ങളായി. അങ്ങനെയാ ദൈവരാജ്യത്തിന്റെ വളർച്ച, അല്ലെങ്കിൽ ദൈവസഭയുടെ വളർച്ച സംഭവിക്കുന്നത് എന്നാണ് കർത്താവ് ഈ ഉപമയ്ക്കകത്തൂടെ നമ്മെ ഗ്രഹിപ്പിക്കുന്ന ആത്മീക പാഠം. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിന്റെ വളർച്ച അതൊരു ക്രമാനുഗതമാണ്. അസ്വാഭാവികമായ ഒരു വളർച്ചയല്ല, മറിച്ച് ക്രമാനുഗതമായിട്ട് ദൈവസഭ വളരത്തുള്ളൂ. അതിന് കർത്താവ് എന്താ ഉദാഹരണം പറഞ്ഞെന്നറിയാമോ? ഇവിടെ അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഞാനത് പറഞ്ഞ് വിശദീകരണം പിന്നെ അടുത്ത ആഴ്ച പറയാം. ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു. ആണോ? അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, 28. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിന്മേൽ നിറഞ്ഞ മണിയും. കണ്ടോ? അപ്പൊ ഒരു വിത്ത് ഒരാൾ വിതച്ചാൽ ആ മനുഷ്യൻ അറിയാതെ നാളുകൾക്ക് ശേഷം അതെന്ത് ചെയ്യും? മുളയ്ക്കും. അപ്പൊ വിത്ത് കടന്നു പോകുന്ന ഘട്ടങ്ങൾ നോക്കിക്കോണം. അത് വിത്തായിട്ട് മണ്ണിൽ വീണു. കുറെ നാട് കഴിയുമ്പോൾ ആ വിത്തിനൊരു ചെറിയ മുള വന്നു. ഞാറ് അങ്ങനെയാ അല്ലെ? ഒരു നെല്ല് നമ്മൾ വാങ്ങിയാൽ, ഗോതമ്പ് നമ്മൾ നട്ടാല് അത് കുറച്ച് നാള് കഴിയുമ്പോൾ എന്താണ്? അതിന് കുഞ്ഞു മുള പൊട്ടും. ഇവിടെ കർത്താവ് പറയുന്നത്, ഭൂമി സ്വയമായി മുമ്പേ ഞാറ് കഴിഞ്ഞ് പിന്നെ അതെന്താണ്? നെല്ല് എന്തായി മാറി? മുള പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി? ഞാറായിട്ട് മാറി. ഞാറ് വളർന്ന് പിന്നെ എന്തായി മാറുന്നു? കതിരായി മാറുന്നു. കതിരായി കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എന്തായിട്ട് മാറുന്നത്? നിറഞ്ഞ മണിയായി മാറുന്നത്. അടുത്ത സ്റ്റേജ് എന്താണ്? അതിനെ കൊയ്യുക എന്നുള്ളത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ വളർച്ച ഇതുപോലെ, ഒരു കൃഷിക്കാരൻ ഒരു നെൽകൃഷി ചെയ്യുന്നത് പോലാണ്. അവനൊരു നെല്ലിന്റെ മണി എന്ത് ചെയ്തു? മണ്ണിൽ വിതച്ചു. കുറെ ദിവസങ്ങൾ, കുറെ ആഴ്ചകൾ, കുറെ ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? ഒന്ന് കൂമ്പ് മുളച്ചു വന്നു. അത് മുളച്ച് ഓരോ ദിവസം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് അത് ഞാറായിട്ട് തീർന്നു. ആ ഞാറ് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കതിര് വരുന്നത്. അല്ലെ? നമുക്കറിയാം, ഒരു നെല്ല് കൃഷി എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു വർഷത്തിനടുത്ത് വരുമല്ലോ. ഒരു 9 മാസം, 8 മാസം, 7 മാസം ഒക്കെ എന്താണ് കുറഞ്ഞതൊരു കൃഷി അതിന്റെ ഫലം എടുക്കണമെങ്കിൽ എടുക്കാറില്ലേ? സമയം എടുക്കാം. അല്ലാതെ നമ്മള് ഒരു നെല്ല് അങ്ങോട്ട് പാകിയ ഉടനെ അന്ന് തന്നെ നമുക്ക് കൊയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതിന് ഓരോ പ്രോസസ്സുണ്ട്, ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾക്കകത്തൂടെ അത് കടന്നുപോയി അതിന്റെ വളർച്ചയ്ക്ക് എന്താണ് ഓരോ സംവിധാനങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ അത് പോയി അവസാനം മാത്രമേ അതിനെ എന്തായി മാറുന്നുള്ളൂ? നിറഞ്ഞ മണിയായിട്ട്, പതിരില്ലാത്ത മണിയായിട്ട് കൊയ്തെടുക്കാനായിട്ട്. എന്താണ് കർത്താവ് അതിനകത്തൂടെ സൂചിപ്പിച്ചതെന്ന് തുടക്കം തന്നെ കർത്താവ് പറഞ്ഞു. ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം എന്നാണ്. അപ്പം ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞു നിർത്തി വെക്കാം. ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ വളർച്ച എന്ന് പറയുന്നത് ക്രമാനുഗതമാണ്. ഒറ്റയടിക്ക് ബലൂൺ കാറ്റടിച്ച് ഊർപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനും ദൈവസഭയെ വളർത്താൻ പറ്റും. അത് ക്രമാനുഗതമായി അതിന് വളർച്ച സംഭവിക്കൂ എന്ന് പറയാൻ, അത് ദൈവഹിതപ്രകാരമുള്ള വളർച്ച കേട്ടോ. അല്ലാതെ അയൽവക്കത്തുള്ള ഒരു സഭയിൽ
പ്രശ്നമുണ്ടായപ്പോൾ അവിടെ തമ്മിൽ തല്ലി വെച്ച് അതിനകത്തുനിന്ന് 10-30 കുടുംബം പായും തലവണ്ണയും പിന്നെ ട്രമ്മും കഴുപ്പോരും എല്ലാം പറക്കിക്കൊണ്ട് ഇപ്പുറത്തെ സഭയിലേക്ക് വന്നു. ഞങ്ങളുടെ സഭ വളർന്നു വന്ന് പറയുന്നത് ക്രമാനുഗതമാണ്. എന്ന് പറയുമ്പോ ഒരുപാട് നാള് പ്രവർത്തിച്ചപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള അമ്മച്ചിയായിരിക്കും. ഇല്ല, പല സഭകളിലൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം 2 കൊല്ലത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് അധികം നാളിന് ജീവിക്കാൻ ആയുസില്ലാത്തൊരു മാതാവിനെയായിരിക്കും ചിലപ്പോൾ നമുക്ക് വിശ്വാസിയായിട്ട് തുടക്കം അതായിരിക്കും. നാളുകൾക്ക് കഴിയുമ്പോഴാണ് അതിന് ക്രമാനുഗതമായ വളർച്ച കർത്താവ് തന്റെ സഭയ്ക്ക് തരുന്നത്. അതാണ് കർത്താവ് ഈ ഉമ്മയ്ക്കകത്തോടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ വിത്ത് വളരുന്നതും വികാസം പ്രാപിക്കുന്നതും ത്വരിതഗതിയിലല്ല, വളരെ വേഗത്തിൽ വളരുകയല്ല, അത് വേഗത്തിൽ വളർന്ന ഫലമായി തീരത്തില്ല. അത് വളരെ ക്രമാനുഗതമായിരിക്കും. അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ദൈവജനത്തിന്റെ വളർച്ച എങ്ങനെയായിരിക്കും എന്നതിനെ കർത്താവ് വിശദീകരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ, ഇപ്പൊ ദൈവദാസന്മാരായ നമ്മുടെ ആഗ്രഹം എന്താ? ഒരു വിശ്വാസി ദൈവസഭയിലേക്ക് വന്നാൽ അദ്ദേഹം 1 കൊല്ലത്തിനുള്ളിൽ ക്രിസ്തുവാകുന്ന തലയോളം സകലത്തിലും വളരണമെന്നല്ലേ? നമുക്ക് ആരെയെങ്കിലും അങ്ങനെ വളർത്താൻ പറ്റുമോ? ഒറ്റ വർഷം കൊണ്ട് ഒരാളെ പൂർണ്ണ ആത്മീകനാക്കി തീർക്കാൻ പറ്റും? നടക്കുകയില്ല. അത് അതിന്റെ പ്രശ്നമല്ല. അത് ഘട്ടമായിട്ട് ഒരു മനുഷ്യന്റെ ആത്മീയതയെ നമുക്ക് വളർത്തിയെടുക്കാം. നമ്മൾ ചോദിച്ചു നോക്കിയാൽ ഈ ദൈവസഭയെ കുറിച്ച്, ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞു വരുമ്പോൾ ഉദാഹരണം പറയുന്നതല്ല. 1 കൃഷി, അതിനും ദീർഘമായ പ്രശ്നം. 2 വീട് നിർമ്മാണം. ഒരു വീടിന്റെ പണി ആരംഭിച്ചാൽ എത്ര മാസങ്ങൾ, എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞ് അതിനകത്ത് കയറി താമസിക്കാൻ പറ്റുന്നു അല്ലേ? ചില വീടുകളൊക്കെ പഞ്ചവത്സര പദ്ധതി പോലെ കിടക്കും. കാരണം ഒന്നിയിൽ പൈസയുടെ അഭാവം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങള്. ഇനി എല്ലാം ഒരു തടസ്സവും ഇല്ല, പൈസയും ഉണ്ട്, മെറ്റീരിയൽസും ഉണ്ടെന്ന് പറഞ്ഞാലും 3 ദിവസം കൊണ്ട് വീട് വെറുതെ കയറാൻ പറ്റുമോ? പറ്റിയാൽ അതും ദീർഘമാസക്കാലത്തെ ഒത്തിരി പേരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടായിരിക്കും ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് പറ്റും. ദൈവസഭയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കർത്താവ് വെച്ചിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇത് വളരെ ത്വരിതഗതിയിൽ കണ്ണടച്ചു തുറക്കുന്ന പോലെ വളർന്നു വരുന്ന ഒന്നല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് ക്രമാനുഗതമായി വളർച്ച പ്രാപിക്കേണ്ട ഒന്നാണ്, വളർന്നു വരേണ്ട ഒന്നാണെന്നുള്ള ഒരു വലിയ ആത്മീക സന്ദേശം ഈ ഉപമയ്ക്കകത്തൂടെ കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മെ ഓർപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിന്റെ ബാക്കി ചിന്തകൾ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാൻ കടന്നു പോകുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു.